ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് ഇന്ദ്രജിത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒരു ജിത്തു എഴുപന്തലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ്, നമ്മൾ യൂട്യൂബിൽ ഇന്ദ്രജിത്ത് ജിത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് തുടങ്ങിയിട്ട്, ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് 150 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പതുക്കെ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട് ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. നമ്മൾക്ക് എന്തായാലും വീഡിയോ ചെയ്ത് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസയൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഐഫോൺ ഉടനെ എടുക്കും. നമ്മൾ വീഡിയോ അതിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ ഉള്ള സാധനം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളത് എന്തായാലും എല്ലാവരും ഒന്ന് കാണണം. ഞാൻ ഇടുന്ന ചെറിയ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ നാട്ടിൻപുറത്തെ വിശേഷം കാര്യങ്ങളും പിന്നെ എൻ്റെ ചെറിയ ക്രിയേറ്റിവിറ്റി ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വ്ളോഗൊക്കെ ഉണ്ട്. നമ്മളതിനെ യൂട്യൂബിൻ്റെ ലോകത്തേക്ക് എത്തിച്ചത് നമ്മുടെ ലൈഫ് ഓഫ് വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ്. അവനെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് അവൻ. അവൻ്റെ വീട് കുലുക്കലൂരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തിയത്. ഞാൻ യൂട്യൂബിലേക്ക് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്കത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദൂരെ പോയി വർക്കിന്. പിന്നെ എൻ്റെ വീട്ടിലെന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് മാറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അമ്മായി മരിക്കുകയുണ്ടായി ഇപ്പോൾ അടുത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ പിടിച്ച് നിന്നിട്ട് നമ്മൾ കിട്ടുന്ന ചെറിയ വർക്കിന് പോയി. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ പെയിൻറ്റ് പണിക്കാരുടെ കൂടെ പോവുക, മെക്കാനിക്ക് വർക്ക്ഷോപ്പുകാരുടെ കൂടെ കുറച്ച് നിന്നിട്ടുണ്ട്. പിന്നെ കാർ വാഷിങ്, ബൈക്ക് വാഷിങ്, ഇലക്ട്രീഷ്യൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് പോവുക. അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഹെൽപ്പർമാരുടെ കൂടെ ഓരോ ആൾക്കാരുടെ കൂടെ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി കുറവാണ്. നമ്മൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളെന്നല്ല പറയണത്. നമ്മൾ മെയിനായിട്ട് പെയിൻറ്റർ അല്ല, പക്ഷേ നമ്മൾ ഹെൽപ്പറായിട്ട് പോകുകൊണ്ട് നമുക്ക് പണി പഠിക്കാൻ കഴിയും. ഞാൻ അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പെയിൻറ്റ് അടിക്കുന്ന